നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർക്ക് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഈ പെൻഷൻ വിതരണത്തിൻ്റെ പുതിയ സംവിധാനങ്ങളെപ്പറ്റി ചർച്ച തുടങ്ങിയത്. അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എന്നും എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഇനി ധനസഹായം, അതായത് ക്ഷേമ പെൻഷൻ തുക വിതരണം നടത്തുക എന്നൊക്കെയുള്ള പ്രധാന തീരുമാനങ്ങൾ ഉത്തരവിലൂടെ സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനി മുതൽ നമ്മൾ എല്ലാവരും തന്നെ മുൻപ് കൈകളിൽ തുക സ്വീകരിച്ചിരുന്ന, അതായത് സഹകരണ ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേർന്ന അവിടുന്ന് കൈകളിലേക്ക് സ്വീകരിച്ചിരുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങളാണ് ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം നമ്മളെല്ലാവരും തന്നെ ഒരു അക്കൗണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ എടുക്കേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ IFSC കോഡൊക്കെ ഉള്ള കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന RBI നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ അക്കൗണ്ട് ആവാം. നിലവിൽ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം വാങ്ങുന്ന ആരും തന്നെ പുതിയ അക്കൗണ്ട് ഇനി ആരംഭിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ അവർക്കുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സുരക്ഷിതമായിട്ട് ധനസഹായം എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നിലവിൽ ബാങ്ക് അക്കൗണ്ടുള്ള ആരും തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ട് ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അക്കൗണ്ട് ആരംഭിക്കേണ്ടത് മുൻപ് കൈകളിൽ ധനസഹായം വാങ്ങിയിരുന്ന വ്യക്തികളുണ്ടാകും. ഭിന്നശേഷി നേരിടുന്നവരുൾപ്പെടെയുള്ളവർ നിലവിൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട്. ചില കുട്ടികൾക്ക് ആനുകൂല്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുൾപ്പെടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പിന്നീട്, അതായത് നിലവിൽ ഓണക്കാലത്തും തുടർന്നുള്ള മാസങ്ങളിലും എല്ലാം തന്നെ നമുക്ക് വിതരണം നടക്കുന്നത് സാധാരണ രീതിയിൽ തന്നെയായിരിക്കും. അതായത് കൈകളിലേക്കും തുക എത്തിച്ചേരും, അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക വരുന്നവർക്ക് ആ രീതിയിലും എത്തിച്ചേരും. നിലവിൽ സംസ്ഥാനത്തുള്ള കൈകളിൽ തുക സ്വീകരിക്കുന്ന എല്ലാവർക്കും തന്നെ അക്കൗണ്ട് എടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ സാവകാശം നൽകും. ഇത് പതിയെ പ്രക്രിയ പൂർത്തിയാക്കുകയുള്ളൂ, ഉടനടി നടപ്പിലാക്കുകയില്ല എന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ച അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി നിലവിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ആ അക്കൗണ്ട് വിശദാംശങ്ങൾ സമർപ്പിച്ചാൽ മതിയാകും. നിലവിൽ സുരക്ഷിതമായിട്ട് തന്നെ എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ ക്രമീകരണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുൻപ് സഹകരണ ബാങ്കുകളിൽ ആനുകൂല്യം വരുമ്പോൾ ചില മേഖലകളിലേക്ക് എത്താൻ താമസം, അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ മരണപ്പെട്ടു പോയ ആൾക്കുൾപ്പെടെ ഫണ്ട് വിതരണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള പരാതികൾ, അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു പ്രധാന മാനദണ്ഡമാക്കി ഇതിനെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ ഈ സഹകരണ ബാങ്കിൽ നിന്നും ബാക്കി വരുന്ന തുക, വിതരണത്തിന് ശേഷിക്കുന്ന തുക കൃത്യമായിട്ട് സർക്കാരിലേക്ക് തിരികെ വരാത്ത സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം തീരുമാനം കൈക്കൊണ്ടത് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളവുകളുള്ളത് കിടപ്പ് രോഗികളായവർക്ക് മാത്രമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ തീവ്ര ഭിന്നശേഷിയൊക്കെ നേരിടുന്നവർക്കായിരിക്കും. അതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു അക്കൗണ്ട് എടുക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. അപ്പോൾ ഇത് എടുക്കുന്നതിന് സാവകാശങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, DBT സംവിധാനത്തിലൂടെ വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ നടത്തേണ്ടത്. ഇനി ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആധാർ സമർപ്പിച്ചാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നും ആധാർ സീഡ് ചെയ്തായിരിക്കും അക്കൗണ്ട് ഓപ്പൺ ആക്കി തരിക. അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാൽ മതി. പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ആധാർ സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതിയാകും. സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ പോലും നമുക്ക് അതിൽ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അത്യാവശ്യം നല്ല സാവകാശം നൽകിയ ശേഷമായിരിക്കും ഈ പദ്ധതി പൂർണ്ണ രൂപത്തിൽ നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.